സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മക്കൾക്ക് ഇനി എന്ത് കൊടുത്തു വിടുമെന്ന് ആലോചിച്ച് കൺഫ്യൂഷൻ അടിക്കാത്ത അമ്മമാർ കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നതാ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് മാത്രമല്ല, നമുക്കിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും സാധാ ചോറല്ലാതെ വേറെ ഒരു റെസിപ്പി ട്രൈ ചെയ്യണമെന്നുള്ളപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ റൈസാണ്. അപ്പോൾ ഞാൻ ചോറ് ഇന്നലെ രാത്രി തന്നെ ബസ്മതി റൈസാണ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഗ്രീൻ പീസും കൂടി ചേർക്കുന്നുണ്ട്. അല്ലാതെ വേറെ വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാവേ. അപ്പോൾ ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ നെയ്യ് മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. അതിനകത്തേക്ക് സവോള അരിഞ്ഞത് ഒരെണ്ണം വലുതായിരുന്നു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്താണ്. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാവും. അതും കൂടി ചേർത്തു നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചച്ചുവ നന്നായിട്ടൊന്ന് മാറി വരണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. മസാലപ്പൊടികൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും മതി. ഈ കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിലും ഈ ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികൾക്കായതുകൊണ്ട് ഒത്തിരി സ്പൈസി ആക്കുന്നില്ല. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളി. ഇതുപോലെ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ എടുക്കുന്ന 1 കപ്പ് ചോറിന്. ഞാനിപ്പോൾ ചോപ്പറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അല്ലാതെ നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്താലും മതി. ചിലർ അരച്ച് ചേർക്കും, പക്ഷെ അരച്ച് ചേർക്കുമ്പം ഒത്തിരി സമയമെടുക്കും ഈ തക്കാളിയുടെ ആ ഒരു പച്ച ചൊവ്വ മാറിക്കിട്ടാനേ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. നന്നായിട്ട് വെന്ത് വരണം, എന്നാലേ റൈസിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് ഒരു എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ഒരു രീതിയിലോട്ടാവണം. അതാണ് ഈ ഒരു റൈസിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി. നമ്മൾ ഈ ബിരിയാണി റൈസിലൊന്നും ചേർക്കുന്ന അത്രയും വേണ്ട, വളരെ കുറച്ച് മാത്രം. നല്ലൊരു ഫ്ലേവറാണ് ഇത് രണ്ടും ചേർക്കുമ്പോൾ. അഥവാ ഇനിയിപ്പോൾ പുതിനയില ഇല്ലെങ്കിൽ മല്ലിയില മാത്രമായാലും കുഴപ്പമില്ല. അപ്പോൾ അതായത് കണ്ടോ, ഇങ്ങനെ നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടില്ലേ മസാലയുടെ, ഈ ഒരു രീതിയിലാണ് വേണ്ടത് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഗ്രീൻ പീസിന് അധികം വേവില്ല, പെട്ടെന്ന്. ഇപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വേറെ വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കത് ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് മതി മാക്സിമം ഈ ഗ്രീൻ പീസ് വേവാനായിട്ട്. ഗ്രീൻ പീസ് ചേർക്കുമ്പോൾ ഈ റൈസിനൊരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചെറിയ തീയിൽ തന്നെ വെക്കണം, മസാല ഒട്ടും കരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. ബസ്മതി റൈസ് 1 കപ്പ് ഇന്നലെ രാത്രി വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പം നേരത്തെ റൈസ് വേവിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ ഏകദേശം 1 കപ്പ് റൈസ് എടുത്തു കഴിഞ്ഞാൽ 2 പേർക്ക് കഴിക്കാനുണ്ടാവും കേട്ടോ. പിന്നെ ബസ്മതി റൈസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് പച്ചരി വെച്ച് വേണമെങ്കിലും ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. സാധാ നമ്മൾ തക്കാളി ചോറൊക്കെ ഉണ്ടാക്കുന്ന പച്ചരി ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാം. ജീരകശാല റൈസ് ഉപയോഗിക്കാം. ഏതായാലും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല സൂപ്പർ ടൊമാറ്റോ റൈസ് റെഡി. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു സാലഡോ ഇച്ചിരി തൈരോ മാത്രം മതി. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ ഈ ചൂടോടുകൂടി കഴിക്കുന്നേക്കാളും കുറച്ച് സമയം, ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെച്ചിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ആ റൈസിലോട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ നമുക്ക് സ്കൂളിൽ കൊടുത്തു വിടുകയാണെങ്കിൽ ഉച്ചയ്ക്ക് കുട്ടികൾ കഴിക്കാൻ എടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഡിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.